എന്താ ഇതിന്റെ ഒരു ഔഷധ ഗുണം എന്താ? നമ്മൾ സാധാരണ പറയുന്നത് ഇതിനകത്ത് എന്ന് പറഞ്ഞ പോഷക ഗുണങ്ങൾ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് എന്ന് ഡോക്ടർമാർ പറയുന്നു. അന്നേരം ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ ഗർഭിണികളായിരിക്കും ഇരുമ്പിന്റെ സത്തുകൾ കൂടുതൽ അടങ്ങിയിരിക്കും. അങ്ങനെ ഗർഭിണികളൊക്കെ കൂടുതൽ ഉപയോഗിക്കുന്ന ചീരയാണ് പിന്നെ എന്ന് പറഞ്ഞാൽ കാൻസർ പിന്നെ ചികിത്സ ചെയ്യുന്നവർ അവരൊക്കെ എന്ന് പറഞ്ഞാൽ തിരക്ക് വരാറുണ്ട് എന്ന് പറഞ്ഞാൽ ചീര വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായി. അന്നേരം ഈ ചുവപ്പ് ചീരയ്ക്ക് വേറൊരു കുഴപ്പമുണ്ട്. ചുവപ്പ് ചീര എന്ന് പറഞ്ഞാൽ മഴ പെയ്ത് കഴിഞ്ഞാൽ അല്ലെന്നുണ്ടെങ്കിൽ നമ്മളെ ഈ മഞ്ഞ് വീണാൽ അത് അതിനകത്ത് ഇപ്പോൾ ഒരു പുള്ളി പോലൊക്കെ വന്ന് അതിന് മാർക്കറ്റിംഗ് ഇങ്ങനെ കിട്ടുന്നത്. ഇവിടെ മഞ്ഞൊക്കെ വീടുന്ന സ്ഥലമല്ലേ, നല്ല തണുപ്പുള്ള. അല്ല ഇപ്പൊ ഇനി സീസണാണ്, അത് സീസൺ നോക്കിയിട്ട് നമുക്ക് കൃഷി ചെയ്യാം. ഇത് നമുക്ക് ഈ പച്ചച്ചീര ഏത് സമയത്ത് ചെയ്യാം. മഴയത്ത് കിടങ്ങി മഴയത്ത് ഇച്ചിരി പിന്നെ പുഴുവിന്റെ ശല്യം കൂടുതൽ എന്തെങ്കിലും ഏത് സമയത്ത് പിന്നെ പിന്നെ ഇതടിച്ച് ജൈവ കീടനാശിനി അടിച്ചിട്ട് നമുക്ക് ഏകദേശം കൃഷി ചെയ്യാം. അപ്പൊ ശരിക്കും ഞാൻ പറയട്ടെ, നമ്മളിപ്പം ഇവിടെ തന്നെ ചുവന്ന ചീരയുടെ തൈ നട്ടിട്ടുണ്ട്. ഇപ്പൊ ആ ചുവന്ന